ഇവിടെ കഥകൾ പറയുന്നതന്നെ പറയിപ്പിക്കാം. നിന്റെ മോളെ കൊണ്ട് അതാ പറഞ്ഞത്. നിന്റെ മോളെ കൊണ്ട് പൈസക്ക് വേണ്ടി അതാ നിന്റെ മോളെ വ്യഭിചാരപ്പണി ചെയ്തത്. ഞാൻ വ്യഭിചാരത്തിൽ പണി ചെയ്യാൻ പോയത്. നിന്റെ മോള കെട്ടി കൊന്നേച്ച് തിന്നേച്ച് അതാ വ്യഭിചാരപ്പണി. പൈസക്ക് വേണ്ടി നടക്കുന്ന അടി വ്യഭിചാരി. നിന്റെ മോളെ വ്യഭിചാരി. ഓരോരും പറയുന്നത് ഞാൻ വ്യഭിചാരം ചെയ്തത് കണ്ടവന്റെ പൈസക്ക് വേണ്ടി പോയത്. നിന്റെ മോളെ വ്യഭിചാരപ്പണി ചെയ്ത് നടന്നത്. നിന്റെ മോളെ കണ്ടവനല്ല വ്യഭിചാരപ്പണി ചെയ്ത് പൈസ ഉണ്ടാക്കി നടക്കുന്നത്. അതിനെന്താ അവൻ പറഞ്ഞിട്ടാ കേട്ടോ എല്ലാം എന്തായാലും പിന്നെ എഴുതന്നെ കഴിവാറ ഇന്നുകൂടി പറയാൻ നീ തോന്നിയാസം പറയുന്നത്. ഞാൻ പറഞ്ഞെന്തുവാ എനിക്ക് അവളെ അയക്കണ്ട. അവളെ പൈസ ഞാൻ പോയതാണെന്നല്ലേ പറഞ്ഞത്. ഇതൊക്കെ കുരിപ്പെന്തുവാ കുരിപ്പെന്ന് പറയാ. അയക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെളിയിക്കാനും അറിയാം. അവളല്ല എനിക്ക് അയക്കുന്നത്. അവള് കാർഡിലിട്ട എന്റെ അച്ഛന്റെ പൈസ എടുത്തിട്ടാ അവൾ എനിക്ക് അയക്കുന്നത്. അല്ലാതെ കണ്ടവനൊന്നും തന്നതല്ലെന്ന്. അവള് ജയിലിൽ കിടക്കും. കണ്ടവൻ അയക്കുന്നതെന്ന് പറഞ്ഞ വല്ലതും അയച്ചിട്ടുണ്ടെങ്കിൽ അവള് ജയിലിൽ കിടക്കും. അല്ലാതെ അവളിങ്ങനെ 30-ാം തീയതി കിട്ടിക്കൊണ്ട് അതുകൊണ്ട് രാജമ്മ ആരാ എന്റെ അച്ഛന്റെ പെൻഷൻ കിട്ടിയില്ലെന്ന് പറയാൻ അവള്. എന്റെ അച്ഛന്റെ പെൻഷൻ കിട്ടിയെന്നറിയാൻ രാജമ്മ ആരാ? നിങ്ങളാരാ? നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് പെൻഷൻ കിട്ടിയില്ല. നിങ്ങൾ ആരാ പെൻഷൻ കിട്ടിയില്ലെന്ന് എന്റെ അച്ഛന്റെ കാര്യം പറയാം? രാജമ്മ ആരാ എന്റെ അച്ഛന്റെ കാര്യം പറയാം? പെൻഷൻ കിട്ടിയില്ലെന്ന് പറയാൻ അവിടെ കുറെ കളക്കളകളൊക്കെ ചെയ്ത് എന്നെ കൊണ്ട് അവളിക്ക് പോയി ശീഘ്രമാണ് പുറത്തേക്ക് അവളി പറ്റില്ല. എന്റെ അധിപതിയായിട്ട് പുറത്തേക്ക് അധിപതിയാണോ വിചാരിച്ചു രാജമ്മ. രാജമ്മയുടെ അധിപതിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു രാജമ്മ. രാജമ്മ അധിപതിയായിട്ട് അവളെന്തിനാ അവളാവിടെ അല്ല അവള് രണ്ട് കട്ടി പുറത്തില്ല. അവളൊന്നും നിൽക്കാൻ വയ്യായിരുന്നോ? അവള് രണ്ട് കട്ടി പുറത്തല്ലോ. ആണോ എന്നെ കുറിച്ച് പറയില്ല. ക്യാമറ ഓഫ് ചെയ്യും കഥകൾ ഉണ്ടാക്കി ഇതുപോലെ പറയും. കഥകൾ ഉണ്ടാക്കിയാൽ പറയും. കഥകൾ ഉണ്ടാക്കിയാൽ ഞാൻ പറയും. പറയും കഥകൾ ഉണ്ടാക്കി എന്നെ കുറിച്ച് ആണുങ്ങളുടെ കഥ ഉണ്ടാക്കി ഞാൻ പറയും. അങ്ങനെ നടക്കുന്നില്ല. പറയുകയല്ലേ അങ്ങനെ കണ്ട ആണുങ്ങളുടെ കഥകൾ ഉണ്ടാക്കി ഇനി ആരും ഞണ്ണണ്ട കേട്ടോ. കുറെ ആണുങ്ങളുടെ കഥ ഉണ്ടാക്കി ഞണ്ണെന്ന് കുറെ അവന്മാരുണ്ട്. അങ്ങനത്തെ കഥകൾ ഇനി ഉണ്ടാക്കി ആരും ഞണ്ണണ്ട. അങ്ങനെ ആണുങ്ങളുടെ കഥ പറഞ്ഞാ ഉണ്ടാക്കി അവിടെ എവിടെയെല്ലാം പോയി ആശുപത്രി കൊണ്ടിട്ട് ഞണ്ണിയെന്ന് പറഞ്ഞ പോലെ അവിടെ എവിടെയൊക്കെ ആശുപത്രി കൊണ്ടിട്ട് ആണുങ്ങളുടെ കഥ പറഞ്ഞു കൊണ്ടിട്ട് ആശുപത്രി കൊണ്ടിട്ട് ഞങ്ങളെ ഞണ്ണിയിട്ടുണ്ട്. നിന്റെ ഇളയ മോള് ആ ബിജുപി എന്ന് പറയുന്നത് കൂടെ അങ്ങനെ നടക്കുക. ഞാൻ നിന്റെ ഇളയ മോൾ ഇങ്ങനെ കണ്ടവരെല്ലാം പീഡിപ്പിച്ച് തിന്നോളാണ്. അവള് കൊന്ന് കൊലവിടിച്ച് തിന്നോളാണ്. മുരളിയെ കൊന്ന് കൊലവിടിച്ച് തിന്നോളാണ്. മധുരക്കാരൻ രാമനാഥപുരത്തെ അവനെ കൊന്ന് കെട്ടിത്തൂക്കിയേച്ച് അയ്യോ സാമ്പത്തിക ബാധ്യത മൂലം അവൻ കെട്ടിത്തൂക്കിയത് പറഞ്ഞിട്ട് കൊന്നു തിന്നോളാണ്. അവള് കൊന്നു തിന്നോളാ. അവള് കൊന്നു തിന്നോളാം. അവൾ ആണുങ്ങളെ കൊന്നു തിന്ന് ശമ്പളം അവള് കൊന്നു തിന്ന ആണുങ്ങളെ കൊന്നു തിന്നാണ്. വ്യഭിചാരപ്പണി ചെയ്തേച്ച ആണുങ്ങളെ അവളാ അങ്ങനെ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം പോലും നടത്താനത് മധുര പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്താൻ. എന്താ പേര് പോസ്റ്റ്മോർട്ടം മുട്ടിരിക്കും. കാരണം അതുപോലെ കൊന്നതുകൊണ്ടാണ് മുട്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്താൻ. പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. പോസ്റ്റ്മോർട്ടം കൊന്നു കൊലവിളിച്ചിട്ട് നാളില്ലല്ലോ. കൊന്നു കൊലവിളിച്ചിട്ട് താമസിച്ച ബ്രാഹ്മണനെ അവിടെ ഇവിടെയെല്ലാം പോയി ജോലി ചെയ്തിരുന്ന താമസിച്ച ബ്രാഹ്മണനെ കൊന്ന് തിന്നാൻ നടക്കുന്ന രാക്ഷസി. ഇതുപോലത്തെ രാക്ഷസി ഉണ്ടോ ഈ ലോകത്ത്? അവൾ ഇനി എന്നെയൊന്നും കൊല്ലാൻ നോക്കിയതുപോലെ ഇവിടെ കേരളത്തിലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് കേറാതെ ഇതുപോലെ മുരളി ഇവരുടെ പേര് വരാതിരിക്കാൻ ഇങ്ങോട്ട് കേറാതെ വല്ലവരെയൊക്കെ കൊണ്ടുവിട്ട് കായങ്ങളും അവിടെ ഇവിടെയെല്ലാം പന്തളത്തുമല്ല ഇവരെയൊക്കെ കൊണ്ടുവിട്ടേച്ചാണ് പോകാൻ ഇങ്ങോട്ട് വരാൻ എന്നെ അങ്ങ് റെഡിയാക്കുമെന്ന് വിചാരിച്ചോണ്ട്. എന്നിട്ട് പിന്നെ അവസാനം ഇവർക്ക് കയറി തുടങ്ങി. പിന്നെ കയറി അങ്ങ് വരാൻ തുടങ്ങി. ഇവരാരും ഇങ്ങോട്ട് ക്ഷണിച്ചുള്ളൂ കയറാന്. ഇതൊക്കെ കൊടുത്തിട്ടില്ല. ഇവരുടെ ഇങ്ങോട്ട് കയറുക. ഇവർ എന്നെ കൊന്ന് കൊലവിളിച്ചേച്ച് മുരളിയെ ഇതുപോലെ മധുരയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോന്നിട്ട് പിന്നെ മധുരയിൽ കയറിയിട്ടില്ല. അവള് മധുരയിൽ കയറിയിട്ടില്ല. മധുരയിൽ കയറിയിട്ടില്ല. പിന്നെ മധുരയിൽ കയറിയിട്ടില്ല. കൊന്ന് കൊലവിളിച്ചേച്ചാണ്. കൊന്ന് കൊലവിളിക്കുന്നവരെ മധുരയിൽ കയറിയില്ല. അവൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചാൽ മതി. അല്ലാതെ അല്ലാതെ എന്നും പോകേണ്ട കാര്യമില്ല. അവിടെ അവിടെ പങ്കാളി പോരാടിയില്ല. നിന്റെ അണ്ണൻ അല്ല, നിന്റെ അണ്ണനല്ല. അവിടെ പങ്കാളി പോരാടിയില്ല. പോരാന് അവിടെ വരും വേണമെങ്കിൽ വരും. അവർക്ക് വരേണ്ട കാര്യമില്ല. അവർക്ക് വീടുണ്ട് സ്വന്തമായിട്ട്.
അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെയും സഹായമില്ലാതെ അവിടെ സ്വന്തമായിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുത്തന്റെയും സഹായമില്ലാതെ. ഇത് കഴിഞ്ഞ വർഷം 1,00,000 രൂപ ചെലവാക്കിയ ഞാൻ നന്നാക്കിയത്. അല്ലാതെ ചുമ്മാ നന്നാക്കിയത്. ഇതിന്റെ ഒന്നും മോശമല്ല. അവളുടെ കാശാണ് 1,00,000 രൂപ അവിടെ വന്നു. 1,00,000 രൂപ എന്റെ തൈകളെല്ലാം വെട്ടി. ആകെയുള്ള ആഞ്ഞിലികൾ 3-4 അവിടെ നിന്നെല്ലാം വെട്ടിയേക്കുന്നത്. ഒന്നും എടുത്തില്ലെന്ന് പറഞ്ഞു. ആഞ്ഞിലികളെല്ലാം വെട്ടി. ഇവിടെ നിന്നൊരു എല്ലാം വെട്ടി വിറ്റേറ്റ് അവിടുത്തെ മഹാഗണി എല്ലാം ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി എല്ലാം വെട്ടി അങ്ങ് എടുത്ത്. ഇത് 1,00,000 രൂപ പോലും എല്ലാം വെട്ടി എടുത്തിട്ട് പറയുന്നു 1,00,000 രൂപ. ഞാനും നല്ല ശരിക്കും ജയിച്ചൊക്കെ ചെയ്ത് നല്ല ശരിക്ക് പണം മുടക്കിയാ ഇവരെല്ലാം കെട്ടിയതല്ല. ശരിക്കും പണം കൂടി ഈ പെയിന്റെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത്. എന്റെ അച്ഛന്റെ സ്ഥലം എന്റെ അച്ഛന്റെ സ്ഥലം എന്റെ അച്ഛൻ വാങ്ങിച്ച സ്ഥലം എന്റെ അച്ഛൻ വാങ്ങിച്ച സ്ഥലം അല്ല എന്റെ സ്ഥലം വരും. എന്റെ അച്ഛന്റെ സ്ഥലം എന്റെ അച്ഛനും 12 ഏക്കർ 55 സെന്റ് എന്റെ അച്ഛൻ തന്നെ വാങ്ങിച്ചതാ. അല്ല വേറെ ആരല്ലോ വാങ്ങിച്ചതോ? നീ ഉണ്ടാകുന്ന ഞാൻ ഉണ്ടായി കഴിഞ്ഞാ വാങ്ങിച്ചത്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് വാങ്ങിച്ചത്. ഞാൻ ഉണ്ടായി കഴിഞ്ഞാ വാങ്ങിച്ചത്. 3 വയസ്സ് ഉണ്ട്. ഓർമ്മയുണ്ട്. നല്ലോണം ഓർമ്മയുണ്ട്. കേട്ടോ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് നല്ലോണം അറിയാം. വർഷം കൊണ്ട് എത്താൻ അറിയാം. 3 വർഷം കഴിഞ്ഞ ഉണ്ടായോ വാങ്ങിച്ചത് എന്റെ അച്ഛൻ. 79 കേട്ടോ 79-80 കൂടുതൽ അങ്ങോട്ട് പോയില്ല. അപ്പോഴാ വാങ്ങിച്ചത്. ഇവിടെ ജനിച്ച നേരമല്ലാണ് ഈ രാക്ഷസി. നിന്റെ മോളെ രാക്ഷസി. നിന്റെ മോള് ബ്രാഹ്മണനെ കൊന്നു കൊലവിളിച്ച രാക്ഷസി. ബ്രാഹ്മണനെ കൊന്നു കൊലവിളിച്ച രാക്ഷസി. ബ്രാഹ്മണനെ കൊന്നു കൊലവിളിച്ച രാക്ഷസി. ബ്രാഹ്മണനെ കൊന്നു കൊലവിളിച്ച ബ്രാഹ്മണനെ സാമ്പത്തിക ബാധ്യതാക്കളെ ഉണ്ടാക്കലോ. ഈ സാമ്പത്തിക ബാധ്യതാക്കള സാമ്പത്തിക ബാധ്യതാക്കളെ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. സാമ്പത്തിക ബാധ്യത ഇതുണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടികൾ ഇത് നടക്കുക. സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടികൾ. സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടികൾ. സാമ്പത്തിക ബാധ്യതാക്കളെ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. സാമ്പത്തിക ബാധ്യതാക്കളെ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി. എന്നെയാണ് അയ്യോ കുത്തച്ചാല് വസ്തു വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കുറെ നോക്കി എന്നിട്ട് ഗോപി വരച്ച് ഇവിടെ കയറി എല്ലാം നോക്കി വരുന്ന പ്രമാണം കിട്ടുമെന്ന് പ്രമാണം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ പാസ്പോർട്ട് കയറി. പാസ്പോർട്ട് വെച്ച് പറഞ്ഞു 1000 രൂപ എടുക്കുന്നതായി. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോൾ പാസ്പോർട്ട് വിളിച്ചു കിട്ടി. പിന്നെ മോതിരം കൂടി കൊണ്ടുപോയെന്നായി. അങ്ങനെ പല പല കള്ളക്കളകൾ ഉണ്ടാക്കി നടക്കുക. കള്ളക്കളകളുമായിട്ട് നടക്കുന്ന കണ്ണന്മാര് കള്ളക്കളയുമായിട്ട് അവരുടെ മോനെ ഇങ്ങനെ നടത്തുമായിരുന്നു. ഇതുപോലെ കള്ളക്കളയ്ക്ക് അതിന്റെ മൂന്ന് ആലാപ്പിച്ച നോട്ടമായിരുന്നു. കള്ളക്കള ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് കഥയുണ്ടാക്കാൻ നടക്കുമായിരുന്നു. ഇതുപോലെ അവന്റെ മോന് ഇങ്ങനെ കുറെ അമ്മമാർ ഇങ്ങനെ നടക്കുക. പെണ്ണുങ്ങളെ കൊണ്ട് കഥയുണ്ടാക്കാൻ ഇങ്ങനെ കഥയുണ്ടാക്കി ജീവിക്കുക. കുറെ അമ്മമാരോട് ഇല്ല ഇല്ല നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ യുപിയുടെ കെട്ടിന് പോയി കഴിഞ്ഞപ്പോ ഈ നാട്ടുകാരാ പറഞ്ഞത് മോളനിയൻ എന്തിനാ കെട്ടി തൂങ്ങിയത്. നിങ്ങളാ ചോദിച്ചത് മോളനിയൻ എന്തിനാ കെട്ടി തൂങ്ങിയത്. പലരും ചോദിച്ചു മോളനിയൻ എന്തിനാ കെട്ടി തൂങ്ങിയത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊച്ചിരടിയോടും സുബ്രഹ്മണ്യനോടും എല്ലാം നിങ്ങൾ കൊണ്ട് കുറെ വഴക്കിട്ടതാ കെട്ടി തൂങ്ങിയത് പറഞ്ഞേന്. എന്നോട്